Hello, welcome to my channel. So today we are going to start a very simple lesson, that is hydrogen. ഈ ഒരു ലെസൺ പറയണം ഓൾറെഡി ഇതിൽ കുറേ റിയാക്ഷൻസ് നമ്മൾ പല റിയാക്ഷൻസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് കമ്പൈൻ ചെയ്തിട്ട് ഈ ഒരു ലെസണിൽ പഠിക്കുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ക്ലാസ് തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നൊരു ലെസണാണ്. അപ്പം എന്താണ് ഹൈഡ്രജൻ? ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ വി നോ ദാറ്റ് ദ ഹൈഡ്രജൻ ഇസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് എലിമെൻറ്റ് ഇൻ ദ യൂണിവേഴ്സ് അല്ലേ. യൂണിവേഴ്സിലെ ഏറ്റവും മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു എലിമെൻ്റ് ആണ് ഹൈഡ്രജൻ. ഇനി നമ്മൾ അറ്റോമിക് ലെവലിൽ നോക്കുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് സ്ട്രക്ചറാണ് ഹൈഡ്രജൻ ഉള്ളത് അല്ലേ. ഹൈഡ്രജൻ ഇസ് ഹാവിങ് എ വെരി സിമ്പിൾ ഇലക്ട്രോണിക് സ്ട്രക്ചറാണ്. എന്താണ് ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ? വി നോ ദാറ്റ് ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഇസ് 1. അറ്റോമിക് നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഹൗ മെനി പ്രോട്ടോൺസ് ആർ ദെയർ ഇൻ ഹൈഡ്രജൻ? നമുക്കറിയാം അറ്റോമിക് നമ്പർ ആണ് ഏതൊരു എലിമെൻറ്റിൻ്റെയും നമ്പർ ഓഫ് പ്രോട്ടോണിനെ ഡിസൈഡ് ചെയ്യുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ദർ ഇസ് 1 പ്രോട്ടോൺ. ഒരു എലിമെൻറ്റിൽ, ന്യൂട്രൽ ആയിട്ടുള്ള ഒരു എലിമെൻറ്റിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്ര തന്നെ എന്തുണ്ടാവും? ഇലക്ട്രോൺ ഉണ്ടാവും. സോ ഹൈഡ്രജൻ ഇസ് ഹാവിങ് 1 പ്രോട്ടോൺ ആൻഡ് 1 ഇലക്ട്രോൺ. ഇതെന്താണ്? ഇതിൻ്റെ മാസ് നമ്പർ അല്ലേ. നമ്മൾ തലേൻ്റെ മുകളിൽ എഴുതുന്ന സാധനം എന്താണ്? മാസ് നമ്പർ. അപ്പം എന്താണ് മാസ് നമ്പർ എന്ന് പറഞ്ഞത്? സം ഓഫ് ദി പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഇതൊക്കെ എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയാണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് സം ഓഫ് ദി പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോണിൻ്റെ നമ്പറാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പം മാസ് നമ്പർ 1 ആണ്. ഓൾറെഡി 1 പ്രോട്ടോൺ ആണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ന്യൂട്രോൺ ഉണ്ടോ? ഇല്ല. സോ ഹൈഡ്രജൻ ഇസ് എ വെരി സിമ്പിൾ എലിമെൻ്റ് അല്ലേ. ഒരു എലിമെൻ്റ് ആണ്. എലിമെൻ്റിൽ ആറ്റോമിക് സ്ട്രക്ചർ നോക്കുമ്പോൾ വെരി സിമ്പിൾ ആയിട്ടുള്ളതാണ്. അതിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണേ ഉള്ളൂ, 0 ന്യൂട്രോൺ ആണ്. അപ്പം എലിമെൻ്റൽ അറ്റോമിക് സ്ട്രക്ചർ നോക്കുമ്പം ദിസ് ഇസ് ദ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പറയുന്നത് അറ്റോമിക് ലെവലിൽ. യൂഷ്വലി ഹൈഡ്രജൻ എങ്ങനെയാണ് നമ്മുടെ എർത്തിൽ എക്സിസ്റ്റ് ചെയ്യുക? യൂഷ്വലി ഇറ്റ് എക്സിസ്റ്റ് ഇൻ ഡൈ ആറ്റോമിക് സ്റ്റേറ്റ്. അല്ലാതെ ഹൈഡ്രജൻ ആറ്റമായിട്ടല്ല കാണുക. നമ്മളെപ്പോഴും ഡൈ ഹൈഡ്രജൻ അല്ലെ H2 ആയിട്ടാണ് നമ്മളെപ്പോഴും ഹൈഡ്രജനെ നമ്മുടെ ചുറ്റും, അതായത് എർത്തിൻ്റെ ക്രസ്റ്റിലും എവിടെ നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിൽ നോക്കുകയാണ്, ഹൈഡ്രജൻ ഓൾവേസ് എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് എ ഡൈ ആറ്റോമിക് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇവിടെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പിക്ചർ കാണാം. എന്താണ് അതിലൊരു സ്പെഷ്യാലിറ്റി? ഹൈഡ്രജൻ നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് പറയുക? നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് എലിമെൻറ്റ്സ്? ഹൈഡ്രജൻ, ലിത്യം അങ്ങനെയല്ല പറയുക. നമ്മൾ എന്താ പറയുക? ലിത്യം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം അങ്ങനെയല്ലേ നമ്മൾ പറയുക. അപ്പോൾ ഹൈഡ്രജന് പക്ഷേ നമ്മൾ മുകളിൽ ഒരു ചെറിയൊരു ബോക്സ് ഒക്കെ ഇട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. വൈ? അതുതന്നെയാണ് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റും. Why hydrogen is given a separate position in the periodic table? നമുക്കറിയാം പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് എലിമെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുക. എന്തിൻ്റെ ബേസിസിലാണ്? ബേസ്ഡ് അപ്പോൺ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ. അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിനൊക്കെ അറേഞ്ച് ചെയ്തതൊക്കെ നമ്മൾ പഠിച്ചതാണ് പീരിയോഡിക് ടേബിൾ എടുക്കുമ്പോൾ സമയത്ത്. അപ്പോൾ ഈ ഹൈഡ്രജന് മാത്രം ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ എന്തുകൊണ്ട് കൊടുത്തു? ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതുക. പോയിൻ്റായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ബേസിസ് തന്നെ പഠിക്കുക, കാര്യം മനസ്സിലാക്കി തന്നെ പഠിക്കാം. ഹൈഡ്രജൻ ഇസ് ഗിവൻ എ സെപ്പറേറ്റ് പൊസിഷൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ ബിക്കോസ് ഹൈഡ്രജൻ റിസംബിൾസ് ബോത്ത് ആൽക്കലി മെറ്റൽ ആൻഡ് ഹാലോജൻ ഫാമിലി എലിമെൻറ്റ്സ്. അല്ലെങ്കിൽ എന്താ പറയുക, ദേ റിസംബിൾസ് ദി elements of the first group and also the elements in the 17th group. അവർക്ക് സിമിലാരിറ്റി ഉണ്ട്. ആരായിട്ട്? ഫസ്റ്റ് ഗ്രൂപ്പായിട്ടും 17th ആയിട്ടും. അപ്പോൾ നമുക്ക് 2 ഗ്രൂപ്പിൽ അവരൊക്കെ എഴുതാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഗിവൺ എ സെപ്പറേറ്റ് പൊസിഷൻ. അത് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഗ്രൂപ്പിൽ എലിമെൻറ്റ്സ് കാണിക്കുന്ന എല്ലാ പ്രോപ്പർട്ടിയും ഹൈഡ്രജൻ കാണിക്കുമോ? ഇല്ല. ഇനി അല്ലെങ്കിൽ 17th ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാലോജൻ ഫാമിലി ഏതൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, എസ്റ്റാഡിൻ. അവരുടെ കുറേ പ്രോപ്പർട്ടീസ് അതായത് ഹൈഡ്രജൻ കാണിക്കുന്നുണ്ട്, പക്ഷേ എല്ലാ പ്രോപ്പർട്ടിയും ഇല്ല. അപ്പോൾ ഇനി അടുത്തതാണ്, അതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. What are the properties which hydrogen shows similar to that of alkali metal, and what are the properties which hydrogen is different from alkali metal, and what are the properties which are similar to halogen family, and what are the properties which differentiate hydrogen ഫ്രം ഹാലോജൻ ഫാമിലി? കണ്ടോ, കുറേ സിമിലാരിറ്റി ഉണ്ട് ആൽക്കലി മെറ്റലായിട്ട്, കുറേ ഡിഫറൻസ് ഉണ്ട്. അതേപോലെ ഹാലോജൻ ആയിട്ട് ഹൈഡ്രജന് കുറേ സിമിലാരിറ്റി ഉണ്ട്, അതേപോലെ ഇറ്റ് ഷോയിങ് മെനി ഡിഫറൻസ്. അപ്പോൾ ഓരോ പോയിന്റ് ആയിട്ട് പഠിച്ചോളൂ. ചിലപ്പം ചോദിക്കാം റൈറ്റ് എനി 2 characters which hydrogen so similar with that of alkali metal or any 2 character which is different from that of halogens. ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്, ശ്രദ്ധിച്ചോളൂ, സിമ്പിളാണ്. നമുക്കറിയാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കമ്പയർ ചെയ്യുമ്പം നമ്മളിപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള സോഡിയം എടുക്കുകയാണ്. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. 1s2 2s2 2p6 3s1 അതല്ലേ. ഹൈഡ്രജൻ്റെയോ 1s1.
So when we consider the electronic configuration of alkali metal and hydrogen, both are having one electrons in the outermost shell. Electronic configuration consider ചെയ്യുമ്പം valence ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ അതൊരു സിമിലാരിറ്റി അല്ലേ, വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൽക്കലി മെറ്റൽസിന് എന്തിനുള്ള ടെൻഡൻസി ഉണ്ടാവുക, ഏതൊരു എലിമെൻറ്റിനും ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു അറ്റെയിൻ 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ. വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് അറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു എലിമെൻറ്റിനും ഇൻട്രസ്റ്റ്. So either it will lose electron or it will gain electron, it will share electron in order to attain that 8 electron. ഈ നമ്മുടെ ഈ ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസിൻ്റെ കേസിൽ നോക്കൂ, ഈ സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ സ്റ്റേബിൾ. സോ ഇറ്റ് ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ഡൊണേറ്റ് 1 ഇലക്ട്രോൺ. സോ ഇറ്റ് വിൽ ഫോം യൂണി പോസിറ്റീവ് അയോൺ. എന്നെ എന്ത് ചെയ്യും, അതിൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോണിനെ കൊടുത്തിട്ട് Na+ ആൻഡ് 1 electron കൊടുത്തു. So it will form unipositive ion. Same like hydrogen is also having a tendency to donate its 1 electron to form a unipositive ion. അപ്പം ഇവർക്ക് രണ്ട് പേർക്കും എന്ത് ക്യാരക്ടർ ഉണ്ട്, ഹൈഡ്രജൻ ഇസ് ഓൾസോ ഹാവിങ് എ ടെൻഡൻസി ടു ഡൊണേറ്റ്. ഓൾസോ ഹാവിങ് എ ടെൻഡൻസി, അല്ലാതെ എപ്പോഴും ഹൈഡ്രജൻ കൊടുക്കുമെന്നല്ല ഞാൻ പറഞ്ഞു. ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ഡൊണേറ്റ് ഇറ്റ്സ് 1 ഇലക്ട്രോൺ ആൻഡ് ഇറ്റ് ഫോം യൂണിപോസിറ്റീവ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ എന്താ, ബോത്ത് ആർ ഹാവിങ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ സച്ച് എ വേ ദാറ്റ് ദ വാലൻസ് ഷെൽ ഇസ് ഹാവിങ് 1 ഇലക്ട്രോൺ ആൻഡ് ബോത്ത് ഹാവ് എ ടെൻഡൻസി, ദാറ്റ് ഇസ് ആൽക്കലി മെറ്റൽസ് ആൻഡ് ഹൈഡ്രജൻ ഇസ് ഹാവിങ് എ ടെൻഡൻസി ടു ഡൊണേറ്റ് 1 ഇലക്ട്രോൺ ആൻഡ് ഫോം യൂണിപോസിറ്റീവ് അയോൺ. ഇനി ഇത് ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, ഇറ്റ് ഷോസ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഹൈഡ്രജൻ ഷോ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് ആൽക്കലി മെറ്റൽസ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ 3 പോയിന്റ്സ്. ഇനി ദേ ക്യാൻ ആക്ട് ആസ് എ ഗുഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. എന്താണ് റെഡ്യൂസിങ് ഏജൻറ്റ്, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാണ്. റിഡക്ഷൻ ഉണ്ട്, ഓക്സിഡേഷൻ ഉണ്ട് അല്ലേ. റിഡക്ഷനും ഓക്സിഡേഷനും ഒക്കെ കുറേ ഡെഫിനിഷൻ ഉണ്ട്. ഓക്സിഡേഷൻ ഇപ്പോൾ നമ്മൾ ഹൈഡ്രജൻ്റെ കേസിൽ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ റിഡക്ഷൻ എന്ന് പറയുന്നത് എഡിഷൻ ഓഫ് ഹൈഡ്രജനും ഓക്സിഡേഷൻ എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ഇനി അതും അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയണം, ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എഡിഷൻ ഓഫ് ഓക്സിജനും റിഡക്ഷൻ എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ഓക്സിജനുമാണേ. ഇനി ഇതുമല്ലാതെ നമുക്ക് കുറച്ചുകൂടെ ഇലക്ട്രോണിക് കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ കുഞ്ഞാകുമ്പോൾ പഠിച്ചതാണ്. ദാറ്റ് ഈസ് റിഡക്ഷൻ, ഓക്സിഡേഷൻ എന്ന് എഡിഷൻ ഓഫ് ഓക്സിജൻ, റിഡക്ഷൻ എന്ന എഡിഷൻ ഓഫ് ഹൈഡ്രജൻ, റിഡക്ഷൻ എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ്. അല്ലെങ്കിൽ റിഡക്ഷൻ എന്ന് പറയുന്നത് ഇൻ കേസസ് നമ്മൾ ഓരോന്ന്, അതായത് എഡിഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് റിഡക്ഷൻ എന്ന് പറയുന്നത്, ഓക്സിഡേഷൻ എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണ്. ഇൻ ടേം ഓഫ് ഓക്സിജൻ്റെ അഡീഷനിലാണെങ്കിൽ നമ്മൾ റിമൂവൽ ഓഫ് ഓക്സിജൻ എന്ത് പറയും, റിഡക്ഷൻ എന്നും, അഡിഷൻ ഓഫ് ഓക്സിജനെ നമ്മൾ എന്ത് പറയും, ഓക്സിഡേഷൻ എന്നും പറയാറുണ്ട്. ഇനി ഇലക്ട്രോണിക് കേസിൽ ഞാൻ പറയും ഓക്സിഡേഷൻ എന്ന് പറയുന്ന ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്, റിഡക്ഷൻ എന്ന് പറയുന്നത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇനി ഒരു ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവരെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ അല്ലേ. റിഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും, റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയും. ഓക്സിഡേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആളെ നമ്മൾ എന്ത് പറയും, ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയും. ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്, ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ അവരെന്തിനെ ഹെൽപ്പ് ചെയ്യും, റിഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നെങ്കിൽ എഡിഷൻ ഓഫ് ഹൈഡ്രജൻ, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഓക്സിജൻ, അല്ലെങ്കിൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഇത് മൂന്നും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൈഡ്രജൻ അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ ആൾക്ക് വാങ്ങാം. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇറ്റ് ആക്ട് ആസ് എൻ ഏജൻറ്റ് ടു ഡൊണേറ്റ് ഇലക്ട്രോൺ. ഡൊണേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് നടക്കും, റിഡക്ഷൻ നടക്കും അല്ലേ. So it can act as a reducing agent. So like alkali metal, hydrogen act as a reducing agent. ഇനി they have a greater affinity towards electronegative atom. അവർക്ക് ഓൾറെഡി ഇവരെ കയ്യിൽ ഒരു ഇലക്ട്രോണിനെ കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ അവർ പോസിറ്റീവായി നിൽക്കുകയാണ്. ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ ടെൻഡൻസി എന്താ, ഗ്രേറ്റർ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും, ദേ ഹാവ് എ ഗ്രേറ്റർ ടെൻഡൻസി ഓർ ദേ ഹാവ് എ എഫിനിറ്റി ടുവേർഡ്സ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. ഫോർ എക്സാമ്പിൾ സോഡിയം ഓക്സൈഡ്, സോഡിയം ക്ലോറൈഡ്, അതേപോലെ തന്നെ H2O, HCl, ദാ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. ഓക്സിജൻ, Cl, ദാ ഇവർക്കൊക്കെ എന്ത് കാണിക്കുന്നുണ്ട്, ആൽക്കലി മെറ്റൽസും
ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലിമെൻസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ഹൈഡ്രജൻ. ദീസ് ആർ സം ഓഫ് ദ സിമിലാരിറ്റീസ് വിച്ച് ഷോസ് ഹൈഡ്രജൻ or which similarity that hydrogen shows with alkali metal. What are that? They have the electronic configuration like our outermost shell is having 1 electron, unipositive character, oxidation state +1. They act as a reducing agent just like alkali metal, and they have an affinity towards electronegative atom. ഇതാണ് അവരുടെ സിമിലാരിറ്റി. അപ്പോൾ നമ്മൾ എന്നാ കൊണ്ട് നമ്മൾ ഈ ഹൈഡ്രജനെ ആൽക്കലി മെറ്റൽസിൽ വെക്കും? ഇല്ല. ദർ ആർ മെനി ഡിഫറൻസസ്. അവർ കുറേ പ്രോപ്പർട്ടീസ് എൻറ്റയർലി ഡിഫറെൻറ്റ് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ആൽക്കലി മെറ്റൽസ് എപ്പോഴും മോണോ ആറ്റോമിക് സ്റ്റേറ്റിലാണ് കാണുക. ലൈക്ക് സോഡിയം അല്ലാതെ Na2 എന്നുള്ളൊരു സ്റ്റേറ്റ് ഇല്ല. സോഡിയം, പൊട്ടാസ്യം, K2 അങ്ങനത്തെ സ്റ്റേറ്റ് ഇല്ല. അവരെപ്പോഴും സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സ്റ്റേറ്റിലാണ് കാണുക. ദേ ആർ എക്സിസ്റ്റ് ഇൻ ദ മോണോ ആറ്റോമിക് സ്റ്റേറ്റ്. ബട്ട് ഹൈഡ്രജൻ നെവർ എക്സിസ്റ്റ് ഇൻ ദ മോണോ ആറ്റോമിക് സ്റ്റേറ്റ്. ഇറ്റ് ഓൾവേസ് എക്സിസ്റ്റ് ഇൻ ഡൈ ആറ്റോമിക് സ്റ്റേറ്റ്. അതായത് രണ്ട് ഹൈഡ്രജൻ ആറ്റം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഡൈ ആറ്റോമിക് സ്റ്റേറ്റിൽ നമ്മൾ ഹൈഡ്രജനെ കാണത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ്, ആൽക്കലി മെറ്റൽസ് യൂഷ്വലി എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് മോണോ ആറ്റോമിക് സ്റ്റേറ്റ്, ബട്ട് ഹൈഡ്രജൻ എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഡൈ ആറ്റോമിക് സ്റ്റേറ്റ്. ഇനി അടുത്തത് അയണൈസേഷൻ എൻതാൽപ്പി. ഹൈഡ്രജൻ ഇസ് ഹാവിങ് ഹൈ അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ആദ്യം എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് അറിയേണ്ടത്? നമ്മൾ പഠിച്ചത് എന്നാലും ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. Ionization enthalpy is defined as the minimum amount of energy required to remove a most loosely bound electron from an isolated gaseous atom. ഡെഫിനിഷനൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും. എന്താണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, എത്ര കുറച്ച് എനർജി, ഒരു എനർജി എത്ര എനർജി വേണോ ഒരു ആറ്റത്തിന് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണിനെ ഒഴിവാക്കാൻ, ആ എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? അയോണൈസേഷൻ എൻതാൽപ്പി. മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ്, ദാറ്റ് ഇസ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് എത്ര എനർജി കൊടുത്താലാണ് ഇലക്ട്രോണിനെ ഒഴിവാക്കാൻ പറ്റുക, ആ എനർജിയാണ് നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയാം. അതായത് നല്ലോണം ഇലക്ട്രോണിനെ കൊടുക്കാൻ ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് കുറച്ച് എനർജി കൊടുത്താൽ മതി. ഇപ്പോൾ കേസിൽ സോഡിയത്തിന് ഓൾറെഡി നമുക്കറിയാം തേർഡ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അതിന് ഒഴിവാക്കിയേ പറ്റൂ. ഇറ്റ് ഹാസ് എ ടെൻഡൻസി. അപ്പോൾ അതിന് കുറച്ച് എനർജി കൊടുത്താൽ തന്നെ എന്തായി, അത് പെട്ടെന്ന് കൊടുക്കും. അതേപോലെയാണ് ആൽക്കലി മെറ്റൽസിൽ ഏത് എലിമെൻറ്റും ദേ ഹാവ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ഡൊണേറ്റ് ഇലക്ട്രോൺ. അപ്പോൾ അവർക്ക് ഒരു ഇത്തിരി എനർജി കൊടുത്താൽ തന്നെ അവർ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ ഒഴിവാക്കും. സോ ദ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ആൽക്കലി മെറ്റൽസ് ആർ വെരി ലോ. പക്ഷേ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഹൈഡ്രജൻ ഇവിടെ എന്താ പറയുക, ഇറ്റ്സ് വെരി ഹൈ. അതുതന്നെയാണ് അവരിൽ നിന്ന് ഹൈഡ്രജനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന അടുത്തൊരു പോയിന്റ്. ദാറ്റ് ഇസ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഹൈഡ്രജൻ ഇസ് വെരി ഹൈ. ദാറ്റ് മീൻസ് വി ഹാവ് ടു പ്രൊവൈഡ് ഹൈ എമൗണ്ട് ഓഫ് എനർജി ടു റിമൂവ് ദ ഇലക്ട്രോൺ ഫ്രം ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് ആ ഒരു ഇലക്ട്രോൺ ഒഴിവാക്കാൻ നമ്മൾ ഹൈ എനർജി കൊടുക്കണം. പിന്നെ നമുക്കറിയാം ആൽക്കലി മെറ്റൽസ്, അതായത് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന എല്ലാവരും യൂഷ്വലി നമ്മൾ പഠിച്ചത് ദേ ആർ മെറ്റൽസ്. ആൻഡ് ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ നമ്മുടെ എസ് ബ്ലോക്ക് എലിമെൻറ്റ്സ് ഒക്കെ മെറ്റൽസ് ആണെന്നാണ് നമ്മൾ പഠിച്ചത്. ബട്ട് ഹൈഡ്രജൻ, ദോ ഇറ്റ് ഷോസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് സിമിലർ ടു ദാറ്റ് ഓഫ് ആൽക്കലി മെറ്റൽ, ഇറ്റ് ഇസ് എ നോൺ മെറ്റൽ. സോ ഹൈഡ്രജൻ ഇസ് എ നോൺ മെറ്റൽ, whereas ആൽക്കലി മെറ്റൽസ് ആർ മെറ്റൽസ്. ആൽക്കലി മെറ്റൽസ് തന്നെ അവർ പറയുന്നത് അല്ലേ. ആൽക്കലി മെറ്റൽ ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. ദേ ആർ മെറ്റൽ ബട്ട് ഹൈഡ്രജൻ ഇസ് എ നോൺ മെറ്റൽ. ഇനി നമുക്കറിയാം ഇത് ഇലക്ട്രോണിനെ കൊടുക്കുന്നു, അപ്പം വേറൊരാൾ ഇലക്ട്രോണിനെ വാങ്ങുന്നു അല്ലേ, ആൽക്കലി മെറ്റൽസിൻ്റെ കേസിൽ. അപ്പോൾ അവർ ഫോം ചെയ്യുന്ന ബോണ്ടിന് നമ്മൾ അയോണിക് ബോണ്ട് എന്നാ പറയാം. അല്ലെങ്കിൽ ദ കോമ്പൗണ്ട്സ് ഫോം ബൈ ദീസ് ആൽക്കലി മെറ്റൽസ് ആർ യൂഷ്വലി അയോണിക് ഇൻ നേച്ചർ. പക്ഷേ നമ്മുടെ ഹൈഡ്രജൻ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് അധികവും എന്താണ്, കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ്. HCl is a covalent compound, whereas NaCl is ionic. അപ്പോൾ മനസ്സിലായല്ലോ what makes hydrogen different from that of alkali metal. നമുക്ക് ഇവിടെ കുറേ സിമിലാരിറ്റി പറഞ്ഞു. ഒന്നെന്താണ്, ആൽക്കലി മെറ്റൽസ് ആർ മോണോ ആറ്റോമിക്, ഹൈഡ്രജൻ ഇസ് ഡൈ ആറ്റോമിക്. അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ആൽക്കലി മെറ്റൽ ഇസ് വെരി ലെസ്, അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഹൈഡ്രജൻ ഇസ് വെരി ഹൈ. പിന്നെ അടുത്ത പോയിന്റ്, ഓൾമോസ്റ്റ് ഓൾ ദ ആൽക്കലി മെറ്റൽസ് ആർ മെറ്റൽസ് ആൻഡ് whereas hydrogen atom is a non-metal. And the last point, hydrogen elements or hydrogen forms covalent compounds, whereas alkali metals form ionic compounds. For example, HCl is a covalent compound and NaCl is an ionic compound. So the next comes halogen. Halogen ആയിട്ട് ഇവർ എന്തൊക്കെ സിമിലാരിറ്റി കാണിക്കുന്നുണ്ടെന്ന് നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ നമുക്കാണ് ഹൈഡ്രജൻ 1s1 ആണ്. ഇതാണ് നമ്മുടെ ഹാലോജൻസ്, അതായത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP5 ആണ്. ഇവർക്ക്, അതായത് നമുക്കറിയാം ഒരു
നമ്മുടെ ഇനേർട്ട് ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ എത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഇനേർട്ട് ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റെഡോൺ. അവർക്ക് എന്താ ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതായത് ഹീലിയം ഒഴിച്ച് നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റാഡോൻ്റെ ഒക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ എല്ലാ എലിമെൻസിനും എന്ത് ടെൻഡൻസിയാണ് ഉണ്ടാവുക? ടെൻഡൻസി ടു അറ്റൈൻ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി ഇനേർട്ട് ഗ്യാസ്. അപ്പം ഈ ഹാലോജൻസിന് ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ അവരെന്താവും? നിയോണിൻ്റെ കോൺഫിഗറേഷൻ ആവും. അതായത് ദേ അറ്റൈൻ ദ കോൺഫിഗറേഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ്. ഹൈഡ്രജനും അതേപോലെ തന്നെയാണ്. ഹീലിയം എന്ന് പറയുന്ന ആൾ ഇറ്റ്സ് ഇനേർട്ട് ഗ്യാസ്. എന്തുകൊണ്ടാണ് ഇതിന് 8 ഇലക്ട്രോൺ വേണ്ടാത്തത്? ഇത് നമ്മൾ പഠിക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രജനും ഹീലിയത്തിനൊക്കെ ഒരൊറ്റ ഷെല്ലേ ഉള്ളൂ അല്ലേ? ഫസ്റ്റ് ഷെല്ലിൻ്റെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 2 ഇലക്ട്രോൺ അല്ലേ? പിന്നെ അതിലേക്ക് വേറെ ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ഒരു ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ സ്റ്റേബിൾ. ദാറ്റ് ഈസ് ദ റീസൺ വൈ ഹീലിയം, ദോ ഇറ്റ് ഈസ് ഹാവിങ് 2 ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ, ഇറ്റ് ഈസ് സ്റ്റേബിൾ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഓൺലി 1 ഷെൽ. ആ ഒരൊറ്റ ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. പിന്നെ ഇനി അവർക്ക് 8 എണ്ണം എവിടെ വെക്കും? പിന്നെ പുറത്തുള്ള ഷെല്ലിൽ. അതിൻ്റെ ആവശ്യമില്ലല്ലോ. സോ ഓൾറെഡി ഇറ്റ് ഈസ് ഹാവിങ് 1 ഷെൽ. സോ ദാറ്റ് ഷെൽ ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ്. സോ ഇറ്റ് ഹാസ് അറ്റൈൻഡ് ദ കോൺഫിഗറേഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസസ്. ഇനേർട്ട് ഗ്യാസിനെ പോലെ അതും എന്താണ്? നല്ല ഇനേർട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ കെമിക്കൽ റിയാക്ഷൻ ബിക്കോസ് ഇറ്റ് ഇസ് സ്റ്റേബിൾ. അപ്പം ഹൈഡ്രജനും ഒരൊറ്റ ഇലക്ട്രോണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ അറ്റൈൻ ദി കോൺഫിഗറേഷൻ ഓഫ് നോബിൾ ഗ്യാസ്. സോ ജസ്റ്റ് ലൈക്ക് ഹാലോജൻ, ഹൈഡ്രജൻ ഓൾസോ ബൈ ഗെയിനിങ് 1 ഇലക്ട്രോൺ ഇറ്റ് അറ്റൈൻസ് ദി കോൺഫിഗറേഷൻ ഓഫ് നോബിൾ ഗ്യാസ്. ഇനി അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഹൈ ആണെന്ന്. So ionization enthalpy is almost similar to that of halogen. Halogen's ionization enthalpy very high ആണ്. എന്തുകൊണ്ടാണ്? ഹാലോജൻ ഇസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ഇലക്ട്രോൺ. അതിൻ്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനേ ഇഷ്ടമില്ല. സോ ഹൈ എനർജി പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അത് കയ്യിൽ നിന്ന് ഒരു ഇലക്ട്രോണെങ്കിലും ലൂസ് ചെയ്യുള്ളൂ. സോ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഹൈഡ്രജൻ ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് ഹാലോജൻസ്. ആൻഡ് ലൈക്ക് ഹാലോജൻസ് നമുക്കറിയാം ക്ലോറിൻ, Cl2, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ഇവരൊക്കെ ഡൈ ആറ്റോമിക് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ലൈക്ക് ഹൈഡ്രജനും ഹീലിയം ഒക്കെ ഹൈഡ്രജനും നമ്മുടെ ഹാലോജൻസും ഒക്കെ ഡൈ ആറ്റോമിക് സ്റ്റേറ്റിലാണ്. ഇതേപോലെ ദ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ halogens and hydrogen is covalent in nature. For example, CH4 it's covalent, SiCl4 it is a covalent compound. മനസ്സിലായോ? ഇതാണ് അവരുടെ സിമിലാരിറ്റി. ഇനി ഡിസിമിലാരിറ്റി എന്തൊക്കെയാണെന്ന് നോക്കൂ. ഇതിൽ in hydrogen unshared pair of electrons are absent. Unshared electron pairs തന്നെ. അപ്പോൾ ഹൈഡ്രജനും ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഹൈഡ്രജൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ, ഈ ഹൈഡ്രജൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ, അത് വെച്ച് ബോണ്ട് ഫോം ചെയ്തു. ദേ ഡോണ്ട് ഹാവ് എനി എക്സ്ട്രാ അൺഷെയർഡ് പെയർ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഒന്നും അവിടെ ഇല്ല അല്ലേ? ക്ലോറിൻ്റെ കേസിൽ നോക്കൂ. ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇവിടെ, ഈ ഇലക്ട്രോൺ അപ്പോൾ നോക്കൂ 1 2 3 4 5 6 7 1 2 3 4 5 6 7 ഇതൊരു ക്ലോറിൻ. ഈ ഓരോരുത്തരും അവരവരുടെ ഓരോ ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ട് അവരൊരു ബോണ്ട് ഫോം ചെയ്ത് ആൻഡ് ദേ ഹാവ് അറ്റൈൻ ദ കോൺഫിഗറേഷൻ ഓഫ് 8 ഔട്ടർ മോസ്റ്റ് ഷെൽ 8. അപ്പോൾ ഇവരുടെ കയ്യിൽ എന്തുണ്ട്? അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് ഓരോ ആളെടുത്തും. ദാറ്റ് അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആർ ആബ്സെൻറ്റ് ഇൻ കേസ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ കയ്യിൽ വേറെ ഇലക്ട്രോൺ ഇല്ല. സോ അതിൻ്റെ കയ്യിൽ എന്തില്ല? അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. ഇനി ഓക്സൈഡ്സ് ഓഫ് ഹൈഡ്രജൻ ന്യൂട്രൽ ആണ്. ബട്ട് ഓക്സൈഡ്സ് ഓഫ് ഹാലോജൻസ് എന്താണ്? യൂഷ്വലി അസിഡിക് ഇൻ നേച്ചറാണ്. അപ്പോൾ എന്താണ്? ഓക്സൈഡ്സ് അതായത് ഹൈഡ്രജൻ്റെ ഓക്സൈഡ്സ് ന്യൂട്രൽ ഇൻ നേച്ചറാണ്. ബട്ട് ഓക്സൈഡ്സ് ഓഫ് ഹാലോജൻസ് ആർ അസിഡിക്. മനസ്സിലായോ? ഇത് പഠിക്കാൻ ഭയങ്കര എളുപ്പമാട്ടോ. ഇതേ ക്യാരക്ടർ തന്നെയാണ് ഇവിടെ ഉള്ള ഇതിൻ്റെ സിമിലാരിറ്റി. അതായത് ഇതിൻ്റെ ഡിഫറൻസ് ആണ് ഇതിൻ്റെ സിമിലാരിറ്റി. അതിൽ ഒരൊറ്റ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രമേ വരുന്നുള്ളൂ. നോക്കൂ, ഡയാറ്റോമിക്, അയണൈസേഷൻ എൻതാൽപ്പി, പിന്നെ കോവലന്റ് കോമ്പൗണ്ട്സ്, പിന്നെ നോൺ മെറ്റാലിക് ക്യാരക്ടറും. ഇവർ മെജോറിറ്റി പി ബ്ലോക്കിൽ വരുന്നതൊക്കെ നോൺ മെറ്റൽസ്, നമ്മളിപ്പോൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ഇതും മാത്രമേ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കുള്ളൂ. ഇത് രണ്ടും സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ക്ലിയർ ആയോ? 2 മാർക്കിന് വന്നാലോ 1 മാർക്കിന് വരാം, 3 മാർക്കിനൊക്കെ വരുന്ന ഒരു നല്ലൊരു ഏരിയയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം വൈ ഹൈഡ്രോജൻ ഇസ് പ്ലേസ്ഡ് എസ് എ സെപ്പറേറ്റ് ഗിവൺ എ സെപ്പറേറ്റ് പൊസിഷൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ ബിക്കോസ് ഇറ്റ് ഷോസ് സിമിലാരിറ്റീസ് വിത്ത് ആൽക്കലി മെറ്റൽ ആൻഡ് ഹാലോജൻ എലിമെൻറ്റ്. ദാറ്റ് ഈസ് ദ റീസൺ വൈ ഇറ്റ് ഇസ് പ്ലേസ്ഡ് എസ് എ സെപ്പറേറ്റ് ഗ്രൂപ്പ്. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? ഇതൊക്കെ കുറച്ച് പോയിന്റ്സ് ആക്കിയൊക്കെ എഴുതാം. ക്ലിയർ ആയോ? അപ്പം ഇതാണ് ഹൈഡ്രോജൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈ ഹൈഡ്രോജനെ കുറിച്ചിട്ടാണ്. അതാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്.
ഇനി പഠിക്കാൻ പോകുന്നത് ഡൈഹൈഡ്രജനെ കുറിച്ചിട്ടാണ്. ഡൈഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അതായത് അറ്റോമിക്, നമുക്കറിയാം ഹൈഡ്രജൻ ഓൾവേസ് എക്സിസ്റ്റ് ഇൻ ഡൈ ആറ്റോമിക് സ്റ്റേറ്റിലാണ്. 2 ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തിട്ടാണ് എപ്പോഴും നിൽക്കുക. അതിനാണ് നമ്മൾ ഹൈഡ്രജൻ, ഡൈഹൈഡ്രജൻ, ഹൈഡ്രജൻ മോളിക്യൂളൊക്കെ പറയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് പഠിക്കുന്നത്. സിമ്പിളാണ്, കാരണം ഇത് നമ്മൾ 10th പഠിച്ച് മടുത്ത റിയാക്ഷൻസ് ആണ്. പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. സോ ദ ഫസ്റ്റ് വൺ ഇസ് പ്രിപ്പറേഷൻ ഓഫ് ഡൈഹൈഡ്രജൻ. അപ്പോൾ 2 ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ട്. ലബോറട്ടറി പ്രിപ്പറേഷനും പിന്നെ നമ്മൾ കമേഴ്ഷ്യൽ പ്രിപ്പറേഷനും. ലബോറട്ടറി പറഞ്ഞാൽ നമ്മൾ ലബോറട്ടറിയിലൊക്കെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അത് സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷനാണ്. കമേഴ്ഷ്യലി എന്ന് പറഞ്ഞാൽ നമുക്ക് ലാർജ് സ്കെയിൽ ഓഫ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അതിനൊക്കെ ഡിഫറെൻറ്റ് മെത്തേഡ് ഉണ്ട്. ഈ ലബോറട്ടറി പ്രിപ്പറേഷൻ തന്നെ കുറേ ഉണ്ട്. പക്ഷേ നമ്മൾക്കതിൽ നിന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ള, നമുക്കറിയാം മെറ്റൽസിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. മെറ്റൽസ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ്. ഇത് നമ്മൾ 10th പഠിച്ചതാണ്. അതേ മെത്തേഡ് തന്നെയാണ്, ആ ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്നത്. ഫസ്റ്റ് ടെക്നിക്, ദാറ്റ് ഇസ് റിയാക്ഷൻ ഓഫ് ഗ്രാനുലേറ്റഡ് സിങ്ക്. ഗ്രാനുലേറ്റഡ് എന്ന് പറഞ്ഞാൽ പൊടികളായിട്ടുള്ള ദാറ്റ് ഇസ് സിങ്ക് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ദ ഫസ്റ്റ് പ്രിപ്പറേഷൻ, ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ ഇസ് ദ റിയാക്ഷൻ ഓഫ് ഗ്രാനുലേറ്റഡ് സിങ്ക് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇതൊക്കെ എത്രയോ തവണ എഴുതിയ റിയാക്ഷനാണ്. സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. എന്താ കിട്ടിയത്? സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാൻ അറിയാത്തവർ, ഓൾറെഡി ഐ ഹാവ് ഡൺ എ വീഡിയോ ഓൺ ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ. നമ്മുടെ ബേസിക്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ അതിലൊരു ഫോൾഡർ ഉണ്ട്, പ്ലേലിസ്റ്റിലൊരു ഫോൾഡർ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം ഈ ബാലൻസിങ് ദ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക, ബാലൻസിങ് അറിയാത്തവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ദ റിയാക്ഷൻ ഓഫ് സിങ്ക് വിത്ത് എക്വസ് NaOH. സിങ്കും NaOHും തമ്മിലുള്ള റിയാക്ഷൻ. NaOH പ്ലസ് സിങ്ക് gives Na2ZnO2 plus H2. That is NaOHും സിങ്കുമായിട്ടുള്ള റിയാക്ഷനിൽ നമുക്ക് Na2ZnO2 plus H2 കിട്ടും. This is the next reaction by which we are producing hydrogen in laboratory. That is, one is the reaction with zinc with hydrochloric acid and the second one is reaction of zinc with aqueous NaOH. Simple അല്ലേ? സിമ്പിൾ ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ആണ്. ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് ഇലക്ട്രോളിസിസ് ഓഫ് acidified water with പ്ലാറ്റിനം ഇലക്ട്രോഡ്. ഇത് നിങ്ങളുടെ 10th നല്ല അസലായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞിട്ടൊരു ലെസൺ ഓർമ്മയുണ്ടാവും. അത് ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. എൻ്റെ 10th പഠിച്ചവരാണ്, അവർക്കറിയാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ലെസൺസ് ആണ് അതൊക്കെ. അപ്പം ഇലക്ട്രോളിസിസിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇലക്ട്രോളിസിസ് ഓഫ് എക്വസ് സൊല്യൂഷനും ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ്, ഇലക്ട്രോളിസിസ് ഓഫ് എക്വസ് സോഡിയം ക്ലോറൈഡ്. ഇനി അറിയാത്തവർ ആ 10th ഒന്ന് എടുത്ത് മറിച്ച് നോക്കിയാലും മതി. So first one is electrolysis of acidified water in platinum electron. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ വെള്ളം acidified വാട്ടറിനെ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യണ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജനും ലിബറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡൈഹൈഡ്രജൻ ഇസ് ലിബറേറ്റഡ്. ഇതാണ് കമേഴ്ഷ്യലി പ്രിപ്പയർ ചെയ്യുന്ന ഒരു റിയാക്ഷൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, അതായത് കമേഴ്ഷ്യലി നെക്സ്റ്റ് ഹൗ ഹൈഡ്രജൻ ഇസ് പ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ ബൈ പ്രൊഡക്റ്റ് ആയിട്ട്, അത് ഡയറക്റ്റ് ആയിട്ട് അതിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല, അതൊരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക എങ്ങനെയാണ്? ഇൻ ദ മാനുഫാക്ചർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ക്ലോറിൻ ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് ബ്രൈൻ സൊല്യൂഷൻ. എന്താ ഈ ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഇതൊക്കെ ഞാൻ വല്ല 10th എടുക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഹൗ വി വിൽ പ്രിപ്പയർ ഡൈഹൈഡ്രജൻ ഫ്രം ബ്രൈൻ സൊല്യൂഷൻ എന്ന് വെച്ചാൽ, അയ്യോ ബ്രൈൻ സൊല്യൂഷൻ എന്താ? ഇല്ല, ബ്രൈൻ സൊല്യൂഷൻ എന്നാൽ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനാണ് ഇതിൻ്റെ ഇലക്ട്രോളിസിസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല. ഞാൻ ഓൾറെഡി നമ്മൾ 10th എടുത്തിട്ടുള്ളതാണ്. ജസ്റ്റ് കാത്തോഡിലും ആനോഡിലും നടക്കുന്ന റിയാക്ഷൻസേ ഞാൻ പറയത്തുള്ളൂ. അന്ന് ഞാൻ 10th എടുക്കുമ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. കാത്തോഡ് 2Cl- gives Cl2++, 2 ഇലക്ട്രോൺ. പിന്നെ നമ്മുടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ H2O + 2 ഇലക്ട്രോൺ gives H2 + 2OH.
മൈനസ്. ഇതാണ് നമ്മുടെ കാത്തോഡിൽ 2Cl മൈനസ് ഗിവ് Cl2 പ്ലസ് 2 ഇലക്ട്രോൺ, ആനോഡിൽ 2H2O പ്ലസ് 2 ഇലക്ട്രോൺ. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഒന്നിട്ടേക്ക് ഒന്ന് നോക്കി കണ്ടോളൂ കേട്ടോ. 2H2O പ്ലസ് 2 ഇലക്ട്രോൺ ഗിവ്സ് H2 പ്ലസ് 2OH മീൻസ് ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കേണ്ട. ഇലക്ട്രോളിസിസ് ഞാൻ പറഞ്ഞു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ റീകോൾ ചെയ്യാൻ വേണ്ടി ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഒന്ന് തരാം. നിങ്ങളൊന്ന് എഫ് അടിച്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. And the overall reaction for this reaction is 2Na plus 2Cl minus plus 2H2O gives Cl2 plus H2 plus 2Na plus 2OH minus. So this is the overall reaction for this reaction. അപ്പോൾ ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഡൈഹൈഡ്രജൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ട് പ്രിപ്പറേഷൻ. ഇനി അടുത്ത പ്രിപ്പറേഷൻ നോക്കിക്കോളൂ. തേർഡ് വൺ, അതായത് പ്രിപ്പറേഷൻ ഓഫ് ഡൈഹൈഡ്രജൻ. ഈ ഒരു ടോപ്പിക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ കുഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ദാറ്റ് ഈസ് ദ തേർഡ് വൺ. ദ പ്രിപ്പറേഷൻ ഓഫ് കമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ഇസ് റിയാക്ഷൻ ഓഫ് സ്റ്റീം ഓൺ ഹൈഡ്രോകാർബൺ ഓർ കോക്ക്. അത് ഹൈഡ്രോകാർബൺസോ അല്ലെങ്കിൽ കോക്ക് എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ മുകളിൽ സ്റ്റീം എന്ന് പറഞ്ഞാൽ ആവിയിലെ നീരാവി എന്ന് പറഞ്ഞാൽ വെള്ളം തന്നെ. അവർ തമ്മിലുള്ള റിയാക്ഷൻ വഴി എന്തുണ്ടാവുന്നുണ്ട്? നമുക്ക് ഡൈഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രോകാർബൺസ് എന്ന് പറയുമ്പം CH4 പ്ലസ് H2O ഗിവ്സ് CO പ്ലസ് H2. In the presence of high temperature ആണ്. നിക്കൽ 426 അപ്പം 3H2O ഓക്കെ. അപ്പം എന്താണ് നെക്സ്റ്റ് പ്രിപ്പറേഷൻ? ദാറ്റ് ഇസ് റിയാക്ഷൻ ഓഫ് സ്റ്റീം ഓൺ ഹൈഡ്രോകാർബൺ ഓർ കോക്ക് എന്ന് പറഞ്ഞാൽ കാർബൺ കണ്ടന്റ് അല്ലേ, കാർബൺ. സോ CH4 അതായത് ഒരു ഹൈഡ്രോകാർബൺ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ അറ്റ് ഹൈ ടെമ്പറേച്ചറിന് നല്ല ഹൈ ടെമ്പറേച്ചർ കൊടുത്താൽ ഈ റിയാക്ഷൻ നടക്കില്ല. അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ ആസ് കാറ്റലിസ്റ്റ് ടു പ്രൊഡ്യൂസ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഡൈഹൈഡ്രജൻ. ഈ ഒരു മിക്സ്ചർ, ദ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഇസ് നോൺ ആസ്, ഇതിനെ പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ് എന്ന്. ഏതിനാണ് വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് നോൺ ആസ് വാട്ടർ ഗ്യാസ്? വാട്ടർ ഗ്യാസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഓർ ദ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. CO ആൻഡ് H2ൻ്റെ മിക്സ്ചറിനെയാണ് വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത്. ഈ വാട്ടർ ഗ്യാസ് ഓർ ദ മിക്സ്ചർ ഇസ് യൂസ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് മെത്തനോൾ. നമ്മുടെ മെത്തനോൾ ഇല്ലേ, നമ്മൾ എത്തനോൾ എന്നല്ല, ഇത് മെത്തനോളിൻ്റെ പ്രിപ്പറേഷൻ. ആൻഡ് ഓൾസോ കമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെനി പ്രോഡക്ട്സിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ അവരുടെ മാനുഫാക്ചറിന് യൂസ് ചെയ്യുന്ന ഒരാളാണ് വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ CO പ്ലസ് H2 മിക്സ്ചർ. ആൻഡ് ദാറ്റ് ഇസ് വൈ ദിസ് ഇസ് ഓൾസോ നോൺ ആസ് സിന്തറ്റിക് ഗ്യാസ് എന്നിവരെ പറയും. അല്ലെങ്കിൽ ഇവരെ പറയുന്ന പേരാണ് സിൻ ഗ്യാസ്. എന്തൊക്കെ പേരായി? ദ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് H2 ഇസ് നോൺ ആസ് വാട്ടർ ഗ്യാസ്. ഇറ്റ് ഈസ് യൂസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് മെത്തനോൾ ആൻഡ് ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻറ്റ് മെനി സബ്സ്റ്റൻസസ് ആർ പ്രൊഡ്യൂസ് ഫ്രം ദിസ് വാട്ടർ ഗ്യാസ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിന്തറ്റിക് ഗ്യാസ് അല്ലെങ്കിൽ സിൻ ഗ്യാസ് എന്ന് പറയും. അപ്പോൾ ഈ സിന്തറ്റിക് ഗ്യാസ് അല്ലെങ്കിൽ സിൻ ഗ്യാസിന് ഇങ്ങനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? അല്ല. നൗ എ ഡേയ്സ് ഇറ്റ് ക്യാൻ ഓൾസോ ബി പ്രിപ്പയർഡ് ഫ്രം സ്ക്രാപ്പ് വുഡ്. നമ്മുടെ ഈ വുഡ് ബേൺ ചെയ്യുമ്പം, പിന്നെ നമ്മുടെ ഈ സീവേജ്, പിന്നെ സോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മരമൊക്കെ ഇങ്ങനെ മുറിക്കുമ്പോൾ ഇങ്ങനെ പൊടി വരില്ലേ, അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ സിന്തറ്റിക് ഗ്യാസ്. അതേപോലെ തന്നെ വി ക്യാൻ പ്രിപ്പയർ സിന്തറ്റിക് ഗ്യാസ് ഫ്രം കോക്ക് അതായത് കാർബൺ. കോക്കിൽ നിന്ന് നമുക്ക് സിന്തറ്റിക് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് സിൻ ഗ്യാസ് ഫ്രം കോക്ക് ഇസ് നോൺ ആസ് കോൾ ഗ്യാസിഫിക്കേഷൻ. അപ്പോൾ എന്താണ് കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പ്രൊഡക്ഷൻ ഓഫ് സിൻ ഗ്യാസ് ഫ്രം കോക്കിൽ നിന്ന് സിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് കോൾ ഗ്യാസിഫിക്കേഷൻ. And this also take place at high temperature. മനസ്സിലാവുന്നുണ്ട്? ഈ ഒരൊറ്റ രീതിയിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് എന്തിനാണ് ഇത് പറഞ്ഞത്? ദാറ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ആണ്. ഹൗ വി ക്യാൻ പ്രിപ്പയർ ഡൈഹൈഡ്രജൻ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ passing reaction of steam on hydrocarbon or coke. That is, hydrocarbon when reacted with steam at high temperature in the presence of nickel catalyst, we will be getting a combination of carbon monoxide and dihydrogen, and this mixture is known as water gas. This water gas is used for the preparation of methanol and many commercially important compounds. So this is also known as synthetic gas or syn gas. ഇതിനെ പറയുന്ന പേരാണ് synthetic gas or syn gas. അപ്പോൾ syn gas ഇങ്ങനെ മാത്രമാണ് പ്രിപ്പയർ ചെയ്യാനോ? Nowadays synthetic gas can be prepared from scrap wood, sewage dust, sawdust and
and this newspaper, or from all these we can prepare this syngas. The production of syngas from coke നിന്ന് നമ്മൾ syngas produce ചെയ്യണമെങ്കിൽ then that process is known as coal gasification. That is carbon plus carbon ആണ് coke, carbon plus water gives steam ആണ്, at high temperature gives carbon monoxide plus hydrogen, and this process is known as coal gasification. അപ്പോൾ 3 questions ഇവിടുന്ന് ചോദിക്കാം. What is syngas, what is water gas, what is meant by coal gasification. ഇത്രയും ക്ലിയർ ആയോ? നമുക്കിനി ഡൈഹൈഡ്രജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു, നമ്മളൊന്നും ചെയ്യാനില്ല. നമ്മൾ നമ്മുടെ ഈ സിൻഗ്യാസ് ഉണ്ടല്ലോ, ഈ സിൻഗ്യാസ് എന്ന് പറയുന്നത് സിൻഗ്യാസിലെ കാർബൺ മോണോക്സൈഡിനെ നമ്മൾ സ്റ്റീമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിൻഗ്യാസിലെ കാർബൺ മോണോക്സൈഡിനെ സ്റ്റീമായിട്ട് ഹൈ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് അയേൺ ക്രോമേറ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ we will be getting എന്ത് കിട്ടുന്നുണ്ട്? ഡൈഹൈഡ്രജൻ. അപ്പോൾ എങ്ങനെയാണ് ഡൈഹൈഡ്രജൻ്റെ പ്രൊഡക്ഷൻ കൂടുതലും ഇൻക്രീസ് ചെയ്യാം? ദാറ്റ് ഈസ് ദ കാർബൺ മോണോക്സൈഡ് ഇൻ സിൻഗ്യാസ് വെൻ റിയാക്റ്റഡ് വിത്ത് സ്റ്റീം ഇൻ പ്രസൻസ് ഓഫ് അയൺ ക്രോമേറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ വി വിൽ ബി ഗെറ്റിംഗ് ഡൈഹൈഡ്രജൻ ഇൻ കാർബൺ ഡയോക്സൈഡ്. അപ്പം ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് ആസ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. കേട്ടോ, അടുത്ത റിയാക്ഷൻ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് ഇതാണ് വാട്ടർ ഷിഫ്റ്റ് റിയാക്ഷൻ. ദാറ്റ് ഈസ് റിയാക്ഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് in syngas with steam in presence of iron chromate at high temperature to produce dihydrogen and carbon dioxide, and this reaction is water gas shift reaction. ഇങ്ങനെ എഴുതിയാൽ മതി, CO plus H2 gives H2 plus CO. നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ എഴുതിയതാണ്. സിൻഗ്യാസിലെ കാർബൺ മോണോക്സൈഡ് വാട്ടർ അല്ല സ്റ്റീം at high temperature in presence of iron chromate to give dihydrogen and carbon dioxide, and this reaction is known as water shift reaction. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് ഡൈഹൈഡ്രജൻ. അപ്പോൾ സിമ്പിൾ അല്ലേ? എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണുകൂട്ടിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഡൈഹൈഡ്രജനാണ്. നമ്മൾ എന്താണ് ഡൈഹൈഡ്രജൻ എന്ന് പറഞ്ഞു? പ്രിപ്പറേഷൻ ആദ്യം നമ്മൾ ലബോറട്ടറി പ്രിപ്പറേഷനും ദെൻ കമേഴ്ഷ്യൽ പ്രിപ്പറേഷനും പറഞ്ഞു. ലബോറട്ടറി പ്രിപ്പറേഷൻ for the first one we have discussed, that is zinc when reacted with granulated zinc when reacted with hydrochloric acid to produce zinc chloride and hydrogen. First one. Second one, zinc when reacted with NaOH to produce dihydrogen. And next comes the commercial preparation. In commercial preparation, the first one was that is electrolysis of acidified water in platinum electrode. That was the first reaction. Second one, it is obtained as a byproduct when the electrolysis of brine solution. What was brine solution? Sodium chloride solution. And the third one was it is obtained the reaction of steam on hydrocarbon or coke. The reaction of hydrocarbon with steam will gives a mixture of carbon monoxide and hydrogen, that is known as water gas. Water gas is used for the preparation of methanol and many synthetic commercially important gases or important compounds, so it is known as synthetic gas or syngas. Syngas എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. The syngas, how we can also prepare by other ways. It can also be prepared from scrap wood, sewage to sawdust, or from all these we can prepare syngas. Then the syngas when produced from coke, and that reaction or that process is known as coal gasification എന്ന് പറയും. ഇനി ഡൈഹൈഡ്രജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി what we will do, we can combine the carbon monoxide in the syngas with steam in presence of iron chromate to produce dihydrogen in large amount, and this reaction is known as water gas shift reaction. ഇത്രയാണ് നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ഡൈഹൈഡ്രജൻ. ഇനി എന്തായിരിക്കും? പ്രോപ്പർട്ടീസ്, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഞാൻ പ്രോപ്പർട്ടീസും കൂടി ഈ വീഡിയോയിൽ എടുത്ത വളരെ വലിയൊരു വീഡിയോ ആയിപ്പോൾ. സോ വി വിൽ സ്റ്റോപ്പ് ഇറ്റ് ഹിയർ. ലൈക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? വി വിൽ സ്റ്റാർട്ട് വിത്ത് പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് വാട്ട് ആർ ദ യൂസസ് ഓഫ് ഡൈഹൈഡ്രജൻ. അപ്പോൾ ഇത്ര വരെ നന്നായി പഠിക്കുക. ഇനി പഠിക്കാനൊന്നുമില്ലല്ലോ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ പറഞ്ഞു. ഇനി NCERT ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, വായിക്കുക, ക്വസ്റ്റ്യൻസ് അതിലുണ്ട് 1 2 3 ചെയ്ത് നോക്കുക, എന്നിട്ട് പ്രോപ്പർട്ടീസ് പഠിക്കാൻ വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാൻ. മനസ്സിലാവാത്ത കാര്യം കമൻസിലിട്ടോളൂ. പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്, കാരണം നിങ്ങളുടെ വ്യൂസ് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് വീണ്ടും വീഡിയോസ് ഇടാൻ തോന്നുക. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.